നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗബ്രി പുറത്തായി എന്നുള്ള ഒരു 100% പുറത്തായി എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഭയങ്കരമായി ഇത് പ്രേക്ഷകരുടെ വിജയമാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ബിഗ് ബോസിനെതിരെ നടക്കുമ്പോൾ പ്രേക്ഷകർ വിധി എഴുതുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഒരു വില നൽകുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അൺഫെയർ ആണ് എന്നുള്ള തരത്തിൽ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ഗബ്രി എന്ന് പറയുന്ന പിന്നെന്താ പറയേണ്ടത് അവിടെയുള്ള ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേക്കൂത്തുകളാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ട് സഹിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഗബ്രി പുറത്തു പോകുമ്പോൾ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത്. അത്രത്തോളം ജാസ്മിന് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പലപ്പോഴും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഗബ്രിക്ക് പകരം ജിൻഡോയെ വിടാൻ പറ്റുമോ എന്ന് പലപ്പോഴും ഇങ്ങനെ അർദ്ധബോധാവസ്ഥയിലും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ അവിടെയുള്ള ഹൗസിലുള്ള പല ആൾക്കാരും വിചാരിച്ചത് ജിൻഡോയാണ് പുറത്തു പോവുക, ജിൻഡോ പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, ജിൻഡോ പുറത്താകണമേ എന്ന് അതുവരെ പ്രാർത്ഥിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ തേഞ്ഞൊട്ടി. പ്രത്യേകിച്ച് ശ്രീരേഖയൊക്കെ വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് കണ്ണുകൾ, അതായത് ലാലേട്ടനെ ഒരു നോട്ടം നോക്കി ദഹിപ്പിക്കുന്ന രീതിയിൽ എന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശ്രീരേഖക്ക് ഈ ഗബ്രിയോട് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ജിൻഡോ എന്ന് പറയുന്നവൻ, അവൻ്റെ അഹങ്കാരം, അവരെ തകർക്കണമെന്ന് മാത്രമാണ് അവിടെയുള്ള കുറച്ച് ടീമിൻ്റെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വിചാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ജിൻഡോ എങ്ങനെ കളിച്ചാലും പുറത്താകും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവിടെയുള്ള സായിക്കും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ ജിൻഡോ പുറത്ത് രാജാവാണ് എന്നുള്ള കാര്യങ്ങൾ. ബാക്കി ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ സായിക്കൊന്നും ആ ഒരു ഇല്ലായിരുന്നു. കാരണം ജിൻഡോ പുറത്തു പോകില്ല എന്ന് തന്നെയാണ് സായിയുടെ ഒക്കെ വിശ്വാസമായിരുന്നു. പക്ഷേ അവിടെ ഈ ജിൻഡോ അവിടെ സേവാണെന്ന് അറിഞ്ഞപ്പോൾ അപ്സരയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ശരണ്യയുടെയും ഈ ശ്രീധുവിൻ്റെയും മറ്റവരുടെയൊക്കെ കണ്ണുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി. അതുപോലെ റസ്മിൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ടീച്ചർ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട, എന്തൊക്കെയായിരുന്നു അവിടെ അഭിനയം എന്നറിയോ. അതായത് ജിൻഡോ സേവ് ആയതാണ് ഇവർക്ക് പ്രശ്നം വന്നത്. ഗബ്രി ഔട്ടായതിനെക്കാട്ടിയും കൂടുതൽ ജിൻഡോ എങ്ങനെ ഇവിടെ നിൽക്കുന്നു. അതായത് ഇത്രയും നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തി, ഇത്രയും മനുഷ്യന്മാരോട് ബഹുമാനമില്ലാത്ത ഒരാളല്ലേ ജിൻഡോ, എങ്ങനെ സേവ് ആകുന്നു, ഇവനൊക്കെ ആരാണ് വോട്ട് നൽകുന്നത് എന്നാണ് ഇവരൊക്കെ പരസ്പരം ചോദിക്കുന്നത്. ഇവറ്റകൾക്കറിയോ ജിൻഡോ ഇവിടെ നമ്മുടെ ഹൃദയത്തിലാണ് ഉള്ളത് എന്ന് ഇവന്മാർക്ക് അറിയില്ലല്ലോ. ഇവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കാർക്കും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഗബ്രി ഔട്ടാകുന്നത് ഗബ്രി പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ജാസ്മിൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇങ്ങനെ പകച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതായത് ഗബ്രി നല്ല പ്ലെയർ ആയി കഴിഞ്ഞാലും അയാൾ നശിച്ചത് തന്നെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ലീലകൾ ഇത് കാണാൻ കഴിയാത്ത ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗബ്രി എന്ന് പറയുന്ന ആളിനി എന്തൊക്കെ കളി കളിച്ചു കഴിഞ്ഞാലും അവിടെ നിർത്തണമെങ്കിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രധാനപ്പെട്ടതാണ്. അതായത് എന്ത് തരത്തിലുള്ള പോളിട്ട് കഴിഞ്ഞാലും ഒരു തരത്തിലും ഗബ്രിക്ക് ഒരു സപ്പോർട്ട് പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നത്. എല്ലാവരും തിരിച്ചും തിരിച്ചും ഒക്കെ പോളിട്ടു, അവരുടെ ആർമികളെല്ലാം പോളിട്ടു. എന്നിട്ടും കൂടി ഗബ്രീനെ ഒരു തരത്തിലും ഗബ്രിക്ക് കയറി വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് ഗബ്രി ഇല്ലാതെ ജബ്രികൾ ഇനി എന്ത് ചെയ്യും, ഇനി ആരെ നോക്കും? എനിക്ക് പറയാനുള്ളത് ഇനിയുണ്ടല്ലോ ആൾക്കാർ, ആരെങ്കിലും നോക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ആരും ഇല്ലാതെ അവിടെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. അതായത് ഒരാളെങ്ങനെയായാലും ഇതിൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ വേണം. ഏതായാലും ഒരു വലിയൊരു അഹങ്കാരമാണ്, ദൈവത്തിൻ്റെ ശിക്ഷയാണ് ഇതൊരു അഹങ്കാരം. അതായത് ഇനി അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്ന് പറഞ്ഞാൽ തേഞ്ഞൊട്ടിക്കൊണ്ട് ഒരു പട്ടിക്ക് പോലും വിലയില്ലാതെ അതുപോലെയാണ് ഇനി അവിടെ നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കാണുന്ന ഇതിലും വലിയൊരു ചരിത്രമാണ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത്. അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരല്ല ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഈ കാര്യങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ നടക്കും. ഇത്
ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഷോ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു തലത്തിലേക്ക് മാറും എന്നുള്ളതാണ്. കാരണം മലയാളത്തിൽ മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. മറ്റു പല ഇൻ്റർനാഷണൽ ഷോയാണ്, ഒരുപാട് ഭാഷകളിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തെലുങ്കിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ എവിടെയും ഇങ്ങനെയൊരു പ്രശ്നങ്ങളില്ല. ഇവിടെ മാത്രം ഈ മലയാളത്തിൽ മാത്രം വന്ന ഒരു വലിയൊരു പ്രശ്നമാണ് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതാണ് തീരുമാനമെങ്കിൽ ഈ ഗബ്രിയെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ഗുണം ഈ ബിഗ് ബോസിന് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കാണാൻ വരും. അതായത് ഇവരുടെ ഈ കോംബോയും ഇവരുടെ ഈ പിന്നെ ജനങ്ങളെ പറ്റിക്കുന്ന, പ്രേക്ഷകരെ പറ്റിക്കുന്ന വന്ന അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ ഇവർ തുടങ്ങിയ ഒരു സംഭവമാണിത്. അതായത് ജനങ്ങളെ പറ്റിക്കുന്ന തികച്ചും അതായത് എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ, അതായത് സാധാരണ ഒരു പ്രണയിതാക്കളെ പോലെയല്ല, വൃത്തികെട്ട രീതിയിൽ ലാലേട്ടൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അതിശയം വന്നിട്ടുണ്ട് ഇത് എന്താണ് കാട്ടുന്നത് എന്ന്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഉച്ചപ്പടങ്ങളിൽ പോലും കാണിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് ചില കാര്യങ്ങൾ. നമുക്ക് എന്തൊക്കെ ഇതുണ്ടെങ്കിലും നമ്മൾ എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് കീപ്പ് ചെയ്ത് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ അതായത് ഇപ്പോൾ ഈ ആരിനി ബിഗ് ബോസ് പോകുന്നുണ്ടെങ്കിലും ജാസ്മിനെ പോലെ ആകരുത്. നിങ്ങൾ എന്ത് കോംബോ വേണമെങ്കിലും അവിടെ ഇറക്കിക്കോ, അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവം വേണമെങ്കിലും നിങ്ങൾക്ക് ഇറക്കാം, അതൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ജാസ്മിനെ പോലെ ആകരുത്, ഗബ്രിയെ പോലെ ആകരുത്. ഗബ്രിയെ ഞാൻ കൂടുതൽ കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പിന്നെ എന്താ പറയണ്ടേ ഈ ഒരു കോംബോ പിടിച്ചിട്ട് കുറച്ച് നിൽക്കാം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. അയാൾക്ക് അതാണ് വേണ്ടത്. അയാൾക്കറിയാം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഏത് നിമിഷവും തെറിക്കും. ഇപ്പോൾ അർജുൻ കാണുന്നില്ലേ, ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്താണ് ശ്രീധുവിനോട് ഇഷ്ടം പറയുമോ എന്നുള്ള ഒരു തരത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന അവിടെ ഒരു തേങ്ങയും നടക്കുന്നില്ല. അർജുനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം തന്നെ അർജുനൊക്കെ പിടിച്ച് പുറത്തുപോകേണ്ടത്. അവിടെ കുറേ വാഴകൾ ഇനിയും നിൽപ്പുണ്ട്. ഇനിയും ഒരുപാട് വാഴകൾ പവർ റൂം കയറിയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ബിഗ് ബോസ് നേരിട്ട് പോയിട്ട് അതിറ്റങ്ങളെയൊക്കെ പൊക്കിയെടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ എറിയണം അവിടുന്ന്. അതാ വേണ്ടത്. അല്ലാതെ ഈ പവർ റൂമിൽ കയറ്റിയിട്ട് ഇവർ എന്ത് കളിയാ കളിക്കുന്നത്? വെറുപ്പിച്ചില്ലേ. ഈ ഷോ തന്നെ ഈ നാശകോശാക്കിയത് ഇങ്ങനെയുള്ള കുറച്ച് ടീമുകളാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ചെറിയൊരു കാര്യത്തിൽ ബിഗ് ബോസിനും തെറ്റുപറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഈ ജബ്രികൾക്ക് അങ്ങ് വേണ്ടിയിട്ട് മരിച്ചു നിന്നു എന്നുള്ളതാണ്. ജബ്രികൾക്ക് മാത്രമായിട്ട് അങ്ങ് മാറിയ ഒരു ഷോയായി മാറിപ്പോയി. ഇടക്കാലത്തൊക്കെ ഒരു പിന്നെ 10-15 ദിവസം മുന്നേ വരെ ഈ ജബ്രികൾ ഈ കാമപ്പേക്കൂത്തുകൾ മാത്രമാണ് അവിടെ കണ്ടുവരുന്നത്. വേറെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് പോയത് എന്നുള്ളതാണ്. ഏതായാലും ഇത് എടുത്തിരിക്കുന്ന തീരുമാനം കറക്റ്റ് ആണെങ്കിൽ അത് ബിഗ് ബോസിന് മറ്റൊരു തലത്തിലേക്ക് അറിയപ്പെടും എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ പോയ പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു സുവർണ അവസരം തന്നെയാണ്. കാരണം പ്രേക്ഷകർക്ക് മേലെ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രേക്ഷകരാണ് എല്ലാം. പ്രേക്ഷകർ തീരുമാനിക്കുന്നത് പോലെയാണ്. അല്ലാതെ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ റേറ്റിംഗ് പോകത്തില്ല. പ്രേക്ഷകർ എങ്ങനെ കാണുന്നു ഈ ഷോ അതുപോലെ മാത്രമേ ഇവിടെ നടക്കൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ശരിയാണെങ്കിൽ ലാലേട്ടനും വരെ വേറെ ലെവലിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.